അമേരിക്കയും ലോകം മുഴുവനും ഈ ട്രംപിനെ ഈ ഗതിയിലെത്തിച്ചത് നെതന്യാഹു ആണെന്ന് തുടർച്ചയായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. കമലാ ഹാരിസും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചത് നെതന്യാഹു ആണെന്ന്. എല്ലാവരും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അമേരിക്കയിലെ ഈ സമാധാനവാദികളും അതുപോലെ ഈ യുദ്ധത്തിനോട് പ്രതിഷേധിക്കുന്നവരും എല്ലാവരും അമേരിക്കൻ ജനതയെ കടബാധ്യതയിലാക്കാനും അപമാനിക്കാനും വേണ്ടി നെതന്യാഹു വെച്ച കെണിയിൽ ട്രംപ് വീണതാണ് എന്ന് പറയുന്നെങ്കിലും ആ സംസാരമുണ്ടാക്കിയ വേപതു വേദന വ്രണിത ഹൃദയത്തിൽ നിന്ന് വളരെ പ്രണയാതുരമായ പോസ്റ്റിട്ടു ട്രംപ്. പ്രണയാതുരം എന്ന് പറഞ്ഞാൽ സർവത്ര പ്രണയാതുരം. ദേ കേട്ടില്ലേ, ഇസ്രയേലിനോടുള്ള തൻ്റെ ഇഷ്ടവും പ്രണയവും സ്നേഹവും എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിച്ചുകൊണ്ട്. വെദർ പീപ്പിൾ ലൈക്ക് ഇസ്രയേൽ ഓർ നോട്ട്, ഇസ്രയേലിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദേ ഹാവ് പ്രൂവൺ ടു ബി എ ഗ്രേറ്റ് അലൈ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. USA വളരെ മഹത്തായ ഒരു പങ്കാളിയാണ് തങ്ങളെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദേ ആർ കറേജിയസ്, ബോൾഡ്, ലോയൽ, സ്മാർട്ട്. അവർ വളരെ ധൈര്യമുള്ളവരാണ്, ഭയങ്കര കരുത്തുള്ളവരാണ്, വലിയ വിനീത വിധേയരാണ്, മിടുക്കരാണ്. ആൻഡ് അൺലൈക്ക് അതേഴ്സ് ദാറ്റ് വി ഹാവ് ഷോൺ ദെയർ ട്രൂ കളേഴ്സ് ഇൻ എ മൊമെൻറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രെസ്. മറ്റുള്ള ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മളെ കാണിച്ചു തന്നതുപോലെ അല്ല അവർ. ഇസ്രായേൽ ഫൈറ്റ്സ് ഹാർഡ് ആൻഡ് നോസ് ഹൗ ടു വിൻ. ഇസ്രായേൽ വളരെ കഠിനമായി പോരാടി, അവർക്കറിയാം എങ്ങനെ വിജയിക്കണമെന്ന്. ട്രംപിൻ്റെ ഈ ആക്ഷേപം വേട്ടയാടിയപ്പോഴുണ്ടായ ഒരു മനോഗതി അതിൽ കാണാം. രണ്ടാമതായി നാറ്റോവാ 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 എന്നും പറഞ്ഞ് എല്ലാവരെയും ക്ഷണിച്ചപ്പോഴും നാറ്റം കൊണ്ട് ഞങ്ങളാരും വരുന്നില്ലെന്ന് പറഞ്ഞ നാറ്റോ അലൈസിനോടുള്ള കടുത്ത പകയുണ്ട്. പിന്നെ അതുകൂടാതെ ഇസ്രയേലിനോടുള്ള സ്നേഹം, അതിൻ്റെ ഉള്ളിലെ കച്ചവട ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു പ്രണയാതുരമായ മനസ്സുണ്ട്. ഒരുപാട് ഇസ്രയേലി ഇൻവെസ്റ്റേഴ്സും ബിസിനസ്സുകാരുമാണ് അമേരിക്കയുടെ എക്കണോമിയെ നയിക്കുന്നതും നടത്തുന്നതുമല്ല. അതിലൊരുപാട് ആളുകളുമായിട്ട് ട്രംപിൻ്റെ കമ്പനിക്കും ട്രംപിൻ്റെ മോനും മരുമോനും ഒക്കെ കച്ചവട ബന്ധമുണ്ട്. അപ്പോൾ അവരൊക്കെ ഒക്കച്ചങ്ങായിമാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലികളെയും നെതന്യാഹുവിനെയും ഒക്കെ ആരും വിമർശിക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രശ്നമോ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമോ മാത്രമല്ല ട്രംപിന്, മറിച്ച് അത് സ്വന്തം ഹൃദയം കീറി മുറിക്കുന്നത് പോലെയും തൻ്റെ കച്ചവട പങ്കാളിയെ അപമാനിക്കുന്നതിന് തുല്യവുമാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇപ്പോൾ വേദന മാറ്റുന്ന മനോഹരമായ പ്രണയാതുര സന്ദേശവുമായി ട്രംപ് എത്തിയത്. സത്യത്തിൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ട്രംപ് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അതിൻ്റെ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും എല്ലാം സംഭവിച്ചത് ആ ജനതയ്ക്ക് മൊത്തമാണ്, ലോകത്തിന് മൊത്തമാണ്. അതിന് മുഴുവൻ കാരണക്കാരൻ ഈ നെതന്യാഹു എന്ന ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു വാർ ക്രിമിനൽ അഥവാ ഒരു യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഒരാളിൻ്റെ മഹത്വമാണ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് എൻഡോഴ്സ് ചെയ്യുന്നത്. വല്ലാത്ത കാലം, വല്ലാത്ത വാക്കുകൾ. പിന്നെ ഡൊണാൾഡ് ട്രംപ്.